ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും അല്പകാര്യങ്ങളെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുള്ള ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത് അടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക. മറുപടിയുണ്ട്. അതേ സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകാതെ എല്ലാം ദൈവത്തെ അറിയിക്കും. അതിനോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് പത്രോസ് അപ്പോസ്തലനുള്ള പരിശുദ്ധാത്മാവ് നമ്മെ അറിയിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ, അഥവാ കരുതി വച്ചിരിക്കുന്നതാകിയാൽ നമ്മുടെ സകല ഉത്കണ്ഠകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ ദൈവം അബ്രഹാമിന് വേണ്ടി മുൻകൂട്ടി കരുതി വെച്ച കാര്യം നമ്മൾ ചിന്തിച്ചു. പ്രതിസന്ധി ഉണ്ടായത് 3 ദിവസം മുമ്പാണ്, പക്ഷെ ദൈവം കരുതി വെച്ചത് 3 വർഷം മുമ്പാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമകൻ യാക്കോബിന് വേണ്ടി ദൈവം കരുതി വെച്ച കാര്യം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം, അതിന് 57-ാം വാക്യവും 42-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ യോസഫിൻ്റെ അടുക്കൽ വന്നു. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ കൊച്ചുമകൻ യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി. ലോകത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഒരു സംഭവമാണ് ക്ഷാമം. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിൽ ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. യാക്കോബിൻ്റെ കാലഘട്ടത്തിലും ക്ഷാമം ഉണ്ടായി. അന്ന് യാക്കോബ് മക്കളും കൊച്ചുമക്കളുമായി 70-ൽ പരം അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബത്തിൻ്റെ നാഥനാണ്. വലിയ ഉത്തരവാദിത്വം യാക്കോബിനുണ്ട്. വലിയ ക്ഷാമം ലോകത്തിലുണ്ടായിരിക്കുക. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ക്ഷാമം ഉണ്ടായപ്പോൾ യാക്കോബ് താമസിക്കുന്ന സ്ഥലത്തെ കടകളെല്ലാം അടച്ചു. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെ കടകളെല്ലാം അടച്ചു. എങ്ങും ആഹാരമില്ല. മക്കളെ വിവിധ സ്ഥലങ്ങളിലേക്ക് ആഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പറഞ്ഞയച്ചു. അവർ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കടയടച്ചിട്ടിരിക്കുക. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവർ മടങ്ങി വീട്ടിൽ വന്ന് തമ്മിൽ നോക്കി നിൽക്കുക. എന്നാൽ വലിയ ഉത്തരവാദിത്വമുള്ള ഈ പിതാവ് ഭയാധിക്യമുണ്ട്, കാലിന് ബലക്കുറവുണ്ട്. അദ്ദേഹവും അന്വേഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു.
അദ്ദേഹം അന്വേഷിച്ച് എന്നപ്പോൾ ആളുകൾ ഒട്ടകത്തിൻ്റെ പുറത്ത് ആഹാരം കൊണ്ട് പോകുന്ന കാഴ്ച മരുഭൂമിയിൽ കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഇതെവിടുന്നാ ലഭിച്ചത്? അപ്പോൾ ധാന്യം കൊണ്ട് പോകുന്ന ഈ ആളുകൾ പറഞ്ഞു, മിസ്രൈമിൽ ചെന്നാൽ വില കൊടുത്താൽ ധാന്യം കിട്ടും എന്ന് പറഞ്ഞു. യാക്കോബ് വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങി വന്നു. യാക്കോബ് മടങ്ങി വരുമ്പോൾ തൻ്റെ പുത്രന്മാർ തമ്മിൽ നോക്കി നിന്ന് സങ്കടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് വേഗത്തിൽ അവിടെ ചെന്ന് ധാന്യം വാങ്ങിക്കൊണ്ട് വരിക എന്ന് തൻ്റെ മക്കളോട് പറഞ്ഞ ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. 70-ൽ പരം അംഗങ്ങളുള്ള കൂട്ടുകുടുംബത്തിൻ്റെ നാഥനായിരിക്കുന്ന യാക്കോബ് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആഹാരമില്ലാതെ കുഞ്ഞുങ്ങളെല്ലാവരും, താനുൾപ്പെടെ എല്ലാവരും മരിച്ചു പോകുവാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് അദ്ദേഹം മക്കളോട് പറഞ്ഞു, നിങ്ങൾ ചെല്ല്, അന്വേഷിക്ക്, അവിടെ ഉണ്ട് എന്ന് അവരെ പറഞ്ഞു വിട്ടു. നമുക്ക് ഹൃദയം പൊട്ടി ഒരു പിതാവ് തൻ്റെ മക്കളോട് പറയാണ്, നാം മരിച്ചു പോകും, അതുകൊണ്ട് വേഗത്തിൽ ചെല്ല്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം കരുതി വച്ചിരിക്കുന്ന ദൈവമെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകം മുഴുവൻ ക്ഷാമമുണ്ടായി, ആഹാരമെല്ലാം തീർന്ന് കടകളെല്ലാം അടച്ചിട്ടിരിക്കുമ്പോൾ എവിടെയാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ചോദ്യങ്ങളുണ്ടാകും. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവം കരുതി വച്ചിരിക്കുകയാണ്. അഥവാ കരുതി വച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ഷാമത്തിന് നടുവിൽ കരുതി വച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 6-ാമത്തെ വാക്യം. ജോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. ജോസഫ് തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. ജോസഫിൻ്റെ സഹോദരന്മാരും വന്ന് ജോസഫിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. നോക്കുക, ഈ വലിയ ക്ഷാമത്തിന് നടുവിൽ സഹോദരന്മാർ ആഹാരം തേടി ധാന്യം വാങ്ങുവാൻ മിസ്രൈമിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നത് ജോസഫാണ്. കരുതുന്ന ദൈവമെന്നല്ല ബൈബിൾ പറയുന്നത്, കരുതി വച്ചിരിക്കുന്ന ദൈവമെന്നാണ്. മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ധാന്യം കൊള്ളുക എന്ന് മക്കളെ പറഞ്ഞു വിടുന്ന യാക്കോബിനോട് ദൈവത്തിന് പറയുവാനുള്ളത്, യാക്കോബേ, നീ ഭയപ്പെടണ്ട, ഞാൻ കരുതി വച്ചിരിക്കുന്ന ദൈവമാണ്. നിനക്കിഷ്ടമുള്ള മകൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ യാക്കോബ് ഏത് ഉറക്കത്തിലും പറയും, എനിക്കിഷ്ടമുള്ള മകൻ ജോസഫാണ്. എന്നാൽ ദൈവത്തിന് പറയാനുള്ളത്, അവനെ തന്നെയാണ് ഞാൻ കരുതി വച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ആഹാരം കൊടുക്കുന്ന വാണ്ടികശാലയുടെ ചുമതല വഹിക്കുന്നത് ആരാണെന്ന് യാക്കോബേ നിനക്കറിയാമോ? നിന്റെ പ്രിയപ്പെട്ട മകനാണ്. ക്ഷാമമുണ്ടായി മക്കൾ വിവിധങ്ങളിൽ അന്വേഷിക്കുവാൻ കടന്നു പോയപ്പോഴാണോ ദൈവം കരുതി വച്ചത്? അതോ യാക്കോബ് അന്വേഷിച്ച് നടന്നപ്പോഴാണോ കരുതി വച്ചത്? അല്ല, ക്ഷാമമുണ്ടാകുന്നതിന് മുമ്പ് ദൈവം കരുതി വച്ചു. എങ്ങനെ അറിയാം? ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിലാണ് ജോസഫിൻ്റെ നിയമനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകം മുഴുവൻ ക്ഷാമം ഉണ്ടാകുവാൻ പോകുന്ന കാര്യം അന്നത്തെ രാജാവിന് സ്വപ്നത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. 2 ചെറിയ സ്വപ്നങ്ങൾ രാജാവ് കണ്ട് വലിയ ഭീതി ഉണ്ടായി. ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ ജോസഫിനെ അവിടെ കൊണ്ടുവന്നു. ജോസഫ്
അത് വ്യാഖ്യാനിച്ചു. അതിലെഴുതിയിരിക്കുന്നത് ആദ്യത്തെ 7 വർഷം സുഭിക്ഷമായ കാലഘട്ടമായിരിക്കും, അതിനുശേഷം 7 വർഷം ക്ഷാമമുള്ള കാലമായിരിക്കും എന്ന് സ്വപ്നം വ്യാഖ്യാനിച്ച് ജോസഫ് പറഞ്ഞപ്പോൾ, അപ്പോൾ ദൈവം ഫറവോനോട് പറയുന്നത് ഈ 7 വർഷം കൊണ്ട്, സുഭിക്ഷതയുള്ള 7 വർഷം കൊണ്ട് ധാന്യങ്ങളെല്ലാം കൂട്ടിവെക്കണം. ആ ഒരു മുന്നറിയിപ്പാണ് സ്വപ്നത്തിലൂടെ, വെളിപ്പാടിലൂടെ ദൈവം കൊടുത്തത് എന്ന് ജോസഫ് പറഞ്ഞപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 53 വാക്യങ്ങൾ, മിസ്രയീം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള 7 സംവത്സരം കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. നോക്കുക, ജോസഫിനെ എല്ലാറ്റിൻ്റെയും മേലധികാരിയാക്കി 7 വർഷം സുഭിക്ഷതയുള്ള കാലമാണ്. സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞു, നീ ആയിരിക്കണം ഇതിൻ്റെ മുഴുവൻ ചുമതല വഹിക്കേണ്ടത്. അതിനുശേഷം 7 വർഷം സുഭിക്ഷതയുള്ള കാലം, നല്ല കാലം. പിന്നീട് ക്ഷാമം ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം ജോസഫിനെ നിയമിച്ചത് യാക്കോബിൻ്റെ കുടുംബത്തിൽ ക്ഷാമം വന്നപ്പോൾ ഇനി എന്തു ചെയ്യും, എൻ്റെ ദാസനായ യാക്കോബിൻ്റെ കുടുംബം ഇനി എന്തു ചെയ്യും, അവർക്ക് വേണ്ടി എങ്ങനെയാണ് കരുതുന്നത് എന്ന് ചിന്തിച്ച് ജോസഫിനെ ഒരുക്കുകയായിരുന്നില്ല. പിന്നെയോ ക്ഷാമമുണ്ടാകുന്നതിന് 7 വർഷം മുമ്പ് ലോകം മുഴുവൻ ആഹാരം കൊടുക്കുന്ന പാണ്ഡികശാലയുടെ ഉടമസ്ഥനായി യാക്കോബിൻ്റെ പ്രിയമകൻ ജോസഫിനെ നിയമിച്ചതിന് ശേഷമാണ് ദൈവം ഭൂമിയിൽ ക്ഷാമം ഉണ്ടാകുവാൻ അനുവദിച്ചത്. വിശ്വസിക്കാമോ? പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, അതേ ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ ദൈവമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ കരുതുന്ന ദൈവമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് തൻ്റെ സർവ്വജ്ഞാനത്താൽ മറുപടികൾ കരുതി വച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയാൻ താമസിക്കും. 42 അധ്യായത്തിൽ ആഹാരം വാങ്ങുവാൻ പോയി, മടങ്ങി വന്നു. 43, 44 അവർ പോയി വരുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 45 അധ്യായത്തിലാണ് സഹോദരന്മാർക്ക് ജോസഫ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 2 വാക്യം, യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസഫിന് 17 വയസ്സായപ്പോൾ ജോസഫ് തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ കൂടെ താമസിച്ച കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ 17 വയസ്സിൽ തൻ്റെ സഹോദരന്മാർ ക്ഷേമം അന്വേഷിക്കുവാൻ പിതാവ് തന്നെ പറഞ്ഞു വിട്ടു. 41 അധ്യായത്തിലാണ് ജോസഫിനെ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കുന്നത്, അഥവാ എല്ലാറ്റിനും മേലധികാരിയാക്കുന്നത്. 41 അധ്യായം 46 വാക്യം, ജോസഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. അപ്പോൾ 13 വർഷം കഴിഞ്ഞാണ് ജോസഫ് പ്രധാനമന്ത്രിയാകുന്നത്. പിന്നീട് 7 വർഷം നല്ല കാലമാണ്. അപ്പോൾ ജോസഫിന് 37 വയസ്സ് പ്രായം കഴിഞ്ഞാണ് ക്ഷാമം ആരംഭിക്കുന്നത്. ക്ഷാമം ആരംഭിച്ചേണ്ട 1 വർഷം കഴിഞ്ഞാണ് ആഹാര സാധനങ്ങളെല്ലാം തീർന്ന് ഇവർ ആഹാരം അന്വേഷിച്ച് സഹോദരന്മാർ മിസ്രൈമിൽ എത്തിച്ചേർന്നെന്ന് തിരുവചനം പഠിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് അവർ ആഹാരം വാങ്ങുവാൻ വന്ന് ജോസഫിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജോസഫ് വലിയ പീഠത്തിൽ ഉന്നതമായ സ്ഥലത്ത് നിൽക്കുകയാണ്. ഏതാണ്ട് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ജോസഫിനെ അവർ വീണ്ടും കാണുന്നത്. ജോസഫിന് വലിയ വ്യത്യാസമുണ്ടായി. ഔദ്യോഗികമായ വേഷവിധാനത്തോടുകൂടെ ഉയർന്ന പീഠത്തിൽ ജോസഫ് ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടവണ്ണം ജോസഫിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല,
ട്രാൻസ്ലേറ്റ് ചെയ്താണ് ജോസഫ് ഇവരോട് സംസാരിച്ചത്. ജോസഫിന് ഇവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. 42-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിച്ചു. ജോസഫിൻ്റെ സഹോദരന്മാരും വന്ന് ജോസഫിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ജോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞു, എങ്കിലും അറിയാത്ത ഭാവം നടിച്ചു. അവരോട് കഠിനമായി സംസാരിച്ചു. നോക്കുക, ജോസഫിന് അവരെ മനസ്സിലായെങ്കിലും അവർക്ക് ജോസഫിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ ആഹാരം വാങ്ങിക്കൊണ്ടുപോയി വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും അവർ വന്നു. ആ സമയത്താണ് ജോസഫ് തന്നെ തൻ്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുന്നത്. 45-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുമ്പോൾ ക്ഷാമമുണ്ടായി 2 വർഷം കഴിഞ്ഞാണെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ക്ഷാമം ഉണ്ടായപ്പോഴല്ല ദൈവം കരുതിയത്. ക്ഷാമം ഉണ്ടാകുന്നതിന് 7 വർഷം മുമ്പ് ദൈവം കരുതി. എന്നാൽ ഇവരറിഞ്ഞത് ക്ഷാമം ഉണ്ടായി 2 വർഷം കഴിഞ്ഞാണ്. പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ദൈവം കരുതി വച്ചിരിക്കാൻ നമ്മൾ അറിയാൻ ചിലപ്പോൾ താമസിക്കുമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അറിയുമ്പോഴല്ല ദൈവം കരുതുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പാണ് ദൈവം കരുതുന്നത്. ജോസഫ് തൻ്റെ പിതാവിനെക്കുറിച്ചൊക്കെ സഹോദരന്മാരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പിതാവിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് തൻ്റെ രഥങ്ങൾ കൊടുത്തു വിട്ടു. അങ്ങനെ സഹോദരന്മാർ ആഹാരമൊക്കെ വാങ്ങി കനാനിൽ പിതാവ് താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 25-മുള്ള വാക്യങ്ങൾ. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കിലെത്തി. യാക്കോബിനോട്, ജോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെ അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചുമില്ല. ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ട് പോകുവാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പ് അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. നോക്കുക, സഹോദരന്മാരെ, ജോസഫ് തൻ്റെ പിതാവിനെ കൊണ്ടുവരുവാൻ തൻ്റെ രഥം കൊടുത്ത് ആഹാര സാധനങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ചു. യാക്കോബ് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ക്ഷാമം കഠിനമായിരിക്കുന്ന സമയത്ത് തൻ്റെ മക്കളെ ആഹാരം വാങ്ങുവാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൽ ജോസഫ് കഠിനമായി സംസാരിച്ച് നിങ്ങൾ ഒറ്റുകാരാണ് എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് അവർ സങ്കടങ്ങൾ ജോസഫിനോട് പറഞ്ഞു. പിതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, തൻ്റെ ഇളയ സഹോദരനെക്കുറിച്ചൊക്കെ, ബെന്യാമീനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തെ ഭയപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടി നിങ്ങളുടെ ഇടയിൽ നിന്നൊരാളെ ഞാനിവിടെ തടങ്കലിൽ സൂക്ഷിക്കും. അങ്ങനെ ശിമയോനെ തടവിലാക്കിയിട്ട് ബെന്യാമീനെയും കൊണ്ട് വന്നാൽ ജാമ്യം തരാമെന്ന് പറഞ്ഞു. അവർ മടങ്ങി ആഹാരവുമായിട്ട് വന്നു പിതാവിനോട് വിവരം പറഞ്ഞപ്പോൾ പിതാവിന് ഹൃദയം പൊട്ടിപ്പോയി. 42-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ.
അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. ജോസഫില്ല, ശിമിയോനില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. നോക്കുക, സകലതും പ്രതികൂലം. ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലം യാക്കോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. തൻ്റെ മക്കളോട് ഹൃദയം പൊട്ടി പറഞ്ഞ ഭാഗമാണ്. ജോസഫില്ല, ശിമിയോനും ഇല്ലാതെ ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും. ഇല്ല, നടക്കുകയില്ല. എന്നാൽ ക്ഷാമം കഠിനമായി തീർന്നപ്പോൾ ബെന്യാമീനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ശിമിയോന് ജാമ്യം കിട്ടുകയുള്ളൂ, ആഹാരം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 44 അധ്യായത്തിൽ തൻ്റെ ഇളയ മകനെയും പറഞ്ഞു വിട്ടിട്ട് ഹൃദയം പൊട്ടി വേദനിച്ച് കിടക്കയിൽ കിടക്കുന്ന യാക്കോബിനെയാണ് 45 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഒന്നിനു പുറകെ ഒന്നായി. ഒരു മകൻ നഷ്ടപ്പെട്ടു, ചില നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത മകൻ നഷ്ടപ്പെട്ടു, ഇതാ മൂന്നാമത്തെ മകൻ നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നൊക്കെ ചിന്തിച്ച് ഉത്കണ്ഠയോടുകൂടെ കിടക്കയിൽ കിടക്കുന്ന യാക്കോബിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മക്കൾ പറയുകയാണ്, ജോസഫ് ജീവിച്ചിരിക്കുന്നു, ശിമിയോനും ബെന്യാമിനും എല്ലാം മടങ്ങി വന്നു. ഇത് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം വിശ്വസിച്ചില്ല. എന്നാൽ തന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ, അഥവാ കഴുതയുമായി പോയ മക്കൾ രഥത്തിൽ മടങ്ങി വന്നത് കണ്ടപ്പോൾ അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന് വീണ്ടും ചൈതന്യമുണ്ടായി. വീണ്ടും ചൈതന്യമെന്ന് പറയുന്നത്, ഒരു കാലത്ത് ചൈതന്യമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ദൈവം വീണ്ടും അത് മടക്കി തന്നു എന്ന് പറഞ്ഞാൽ, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരുവാൻ ഈ ദൈവത്തിന് കഴിയും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യാക്കോബ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജോസഫുണ്ട്. ഇതുപോലെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ മറുപടികളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മറുപടി കാണുവാൻ കഴിയും. ഇന്ന് ദൈവത്തിൻ്റെ വചനമാകുന്ന രഥം നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുക. ഈ വചനമാകുന്ന രഥത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ കയറിയ നിങ്ങളുടെ മറുപടിയിൽ ഈ വചനമാകുന്ന രഥം കൊണ്ടെത്തിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അടുത്ത അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യാക്കോബ് ആ രഥത്തിൽ കയറിയപ്പോൾ യാക്കോബിൻ്റെ മറുപടി കാണത്തക്ക വിധത്തിൽ ആ രഥം ജോസഫിൻ്റെ അടുക്കൽ എത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന മറുപടി നിങ്ങൾ കാണണമെങ്കിൽ ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തെ അറിയിക്കുവാൻ തയ്യാറായാൽ, നിങ്ങൾക്ക് വേണ്ടി കരുതി ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പിന്നെ ഞങ്ങൾ ഒന്നിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പിന്നെയും അവിടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. അബ്രഹാമിന് വേണ്ടി കരുതി വെച്ച ദൈവം യാക്കോബിന് വേണ്ടി കരുതി വച്ചിരുന്നുവെന്ന് അവിടെ നിങ്ങളോട് സംസാരിച്ചല്ലോ. അതേ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നുവെന്ന് അവിടെ നിങ്ങളോട് സംസാരിച്ചല്ലോ. അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. എല്ലാവരുടെ വിഷയത്തിന്മേൽ ദൈവം കരുതി വച്ചിരിക്കുന്ന മറുപടികളെ ഇന്ന് അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ, ഞങ്ങളുടെ ചെവി കൊണ്ട് ആ മറുപടികൾ കേൾക്കുവാൻ, ഞങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല, അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നും